ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഡിംഗ് ആണ്. അതും നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ടുള്ള പുഡിംഗ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 വരിക്കച്ചക്കയുടെ ചുളകൾ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കച്ചുളകൾ തന്നെ വേണം ഈ പുഡിങ്ങിന്. അപ്പോൾ ഈ ചുളകളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉടഞ്ഞു പോകാതെ ചക്കയായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും. ഇനി ചെറിയൊരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2.5 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാല് നല്ലതുപോലെ തിളക്കട്ടെ. ഇപ്പം നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച ചക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും ചക്ക കുക്കറിൽ വേവിച്ച് അത് മിക്സിയിൽ അടിച്ചിട്ടൊക്കെയാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ പീസസ് ഡയറക്റ്റ് പാലിലിട്ട് അധികം വേവണമെന്നുമില്ല. ഒന്ന് കടിക്കുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമുക്ക് അത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചക്കയൊക്കെ ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ പറ്റി പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളെ ചക്ക ഈ പാലിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഒരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ല. ഈ സമയത്താണ് നമ്മൾ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കസ്റ്റേർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി പോവുകയും അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണ്. ഇത് നന്നായി കുറുകി വരുന്നവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കോ ചൈന സമയത്ത് നമുക്കൊരു നുള്ളു വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതേ ഉള്ളൂ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ക്രീം നല്ല ഹൈ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു ട്രേയിൽ അല്പം നെയ്യ് തടവി കൊടുക്കാം. എല്ലാ സ്ഥലത്തും നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിൻ്റെ പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇത്രയും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചക്കച്ചുളകൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ, അത് ഇവിടെ നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പുഡിങ്ങിൻ്റെ ലെയറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നമുക്ക് ഈ 1/2 ലിറ്റർ പാലിൽ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും ബദാമും അതുപോലെ തന്നെ ഈ ചക്ക ചുളകളും പിന്നെ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് എന്തും ഉപയോഗിക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇനി നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടിയാണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പുഡിങ് ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് എടുക്കുകയാണ്. ഇവിടെ എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. ആർക്കും ക്ഷമയൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ഈ ചക്ക പുഡിങ് ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ. ഇടയ്ക്കിടെ ആ ചക്കേൻ്റെ പീസസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഒരുപാട് ചക്കയിലുള്ള വീടുകളുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക.